തെരഞ്ഞെടുപ്പ് വരട്ടെ. തെരഞ്ഞെടുപ്പ് വന്ന് നമ്മുടെ മുന്നിൽ സമയങ്ങളുണ്ട്. ഈ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പെരുങ്ങോട്ടുകൃഷി ഒരു പ്രധാന ഘടകമാണ് കഴിഞ്ഞ കാലങ്ങളിൽ. അത് ഞാൻ നിഷേധിക്കാൻ തയ്യാറാണ്. അത് നിലനിർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ സ്വാധീനവും ശക്തിയും നിലനിർത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്തവണ ആലത്തൂരിൽ വലിയ പ്രതീക്ഷ LDF വെച്ച് പുലർത്തുന്നുണ്ട്. തങ്ങയ്ക്ക് സഹോദരി ബന്ധമുള്ള രമ്യയാണ് ആയിരിക്കും മത്സരിക്കുന്നത്. അവർക്ക് വിജയ സാധ്യതയുണ്ടോ ഇനിയുടെ? അതൊന്നും ഞാൻ ഇപ്പോൾ പ്രവചിക്കാൻ തയ്യാറില്ല. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ലല്ലോ ഇത്തവണ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. കേരളത്തിൽ വരാൻ പോണ്, ഇന്ത്യ രാജ്യത്ത് വരാൻ പോണ്. ഒരു ഡിസൈഡിംഗ് ഫാക്ടർ ആയിരിക്കും. തരൂർ നിയോജകമണ്ഡലത്തിലെ മാത്രം അടിസ്ഥാനത്തിലല്ലല്ലോ ലോക്സഭാ സീറ്റിൽ വിജയിക്കുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ പറയാം, ഇപ്പം തന്നെ ഞാൻ ഫലം പ്രഖ്യാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ തരൂർ നിയോജകമണ്ഡലം മാത്രമായതുകൊണ്ട് ഞാനിപ്പോൾ ഫലം പറയാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എന്താണ്? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ 5-8 നിയോജകമണ്ഡലങ്ങൾ ചേർന്നതാണല്ലോ. അതിലിപ്പോൾ തരൂരിന് മാത്രം പ്രസക്തിയൊന്നുമില്ല. പക്ഷെ എന്നാലും തരൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ല ഞാൻ പറയുന്നില്ല. അത് ഞാൻ പറയുന്നത്, ഞാനൊരു ജനപ്രതിനിധിയെക്കുറിച്ച് വിലയിരുത്തുന്നത് ശരിയല്ല. ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണം എന്തെന്നുള്ളത് ഒരു ജനഹിതം മനസ്സിലാക്കേണ്ട ബാധ്യത MP-ക്കാണ്. ഞാൻ അവരെക്കുറിച്ച് പറയുന്നത് ശരിയല്ലോ. അവരുടെ ഭാവന ശരിയായിട്ടുണ്ടാവും, എൻ്റെ ശരി. പക്ഷേ സ്വയം ഒന്ന് നിയോജകമണ്ഡലത്തിൽ എല്ലാ ഭാഗത്തും പോയി 5 വർഷം ഞാൻ ചെയ്തത് ശരിയാണോ ഇല്ലയെന്ന് അവർ വിലയിരുത്തട്ടെ. അപ്പോഴേ അത് പറയാൻ കഴിയൂ. ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അങ്ങയുടെ ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് ഒരു പ്രഖ്യാപനവും മറ്റൊന്നും നടത്താൻ ഞാൻ ആസക്തനാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് ഞങ്ങളൊരു സമീപനം സ്വീകരിക്കും. നമ്മളെ കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ പ്രമുഖനൊന്നുമല്ലല്ലോ. പക്ഷേ പെരുങ്ങോട്ടുകൃഷി ഗ്രാമപഞ്ചായത്ത് എല്ലാ കാലത്തും UDF-ൻ്റെ കൂടെ നിന്ന ഒരു പഞ്ചായത്താണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഏതാണ് ശരി എന്ന് തോന്നിയാൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കും പാർലമെൻറ്റ് ഇലക്ഷനിൽ. അതിന് കുറച്ചും കൂടി കാത്തിരിക്കേണ്ട കാര്യങ്ങളുള്ളൂ. പിന്നെ മുഖ്യമന്ത്രിയൊക്കെ ഈ പഞ്ചായത്തിൻ്റെ വികസന കാര്യത്തെ പ്രത്യേക താല്പര്യമെടുക്കുകയല്ലേ. നവകേരള സദസ്സിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്ഷൻ വന്ന് കുറേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതൊക്കെ ജനങ്ങൾക്ക് വളരെ പ്രീതി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ തിരിഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. ജനങ്ങളുടെ കാര്യങ്ങളാണല്ലോ നമ്മുടെ താല്പര്യം, എൻ്റെ താല്പര്യം. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഞാൻ സ്വന്തമായി ഒരു മുന്നണിയിൽ നിന്നും ഒരു സ്ഥാനവും സ്വീകരിക്കില്ല. ഞാൻ വളരെ നേരത്തെ സൂചിപ്പിച്ചതാണ്. അങ്ങനെയൊന്നും ഒരു സ്ഥാനം കിട്ടി ഒന്നിലേക്ക് പോവുക, ഒന്നിലേക്ക് വരിക, നിലനിർത്താൻ ശ്രമിക്കാതൊന്നുമില്ല. എനിക്കൊരു സ്വതന്ത്ര ചിന്തയുള്ള രാഷ്ട്രീയ പ്രവർത്തനം. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഞാൻ മരിച്ചിട്ട് എൻ്റെ ശരീരത്തിൽ കുത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. വീണ്ടും കൊല്ലാൻ ശ്രമിച്ചത്. അപ്പം അതുകൊണ്ട് പിന്നെ രണ്ടാമത് അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഇനി മൂന്നാമത്തൊരു മരണം ഞാൻ കോൺഗ്രസിൻ്റെ അകത്ത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എൻ്റെ സമീപനം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടിൻ്റെ മാനദണ്ഡം പരിശോധിക്കുമ്പോൾ പെരുങ്ങോട്ടുകൃഷി കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു.